തത്തിഹാനി, നിനക്കറിയോ ഈ ആടുകൾ എന്തിനാ കുത്തുകൂടുന്നത് അറിയോ? ഖുൽതുല, എനിക്കറിഞ്ഞൂടെ നബിയെ, എന്തിനാണ് ആടുകൾ കുത്തുകൂടുന്നതെന്ന്. ഫഖാല, ഹബീബ് പറഞ്ഞു, വലാകിന്നല്ലാഹ യദ്രി, അല്ലാഹ്ക്കറിയാ എന്തിനാണ് ഈ ആടുകൾ കുത്തുകൂടുന്നതെന്ന്. വസയഖ്ലി ബൈനഹുമാ യൗമൽ ഖിയാമ, ഈ ആടുകളുടെ കാര്യത്തിൽ അന്ത്യനാളിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. കൂടുതൽ കുത്തേറ്റ പാവം മൃഗത്തിന് അവസരം കൊടുക്കും ഈ അക്രമി മൃഗത്തിന് കുത്തി പരിക്കേൽപ്പിക്കാൻ. എന്നിട്ടോ ഇതൊക്കെ കഴിഞ്ഞാല് അവരെ കാര്യത്തില്, കന്നാലികളുടെ കാര്യത്തില് വിധി തീർപ്പ് കഴിഞ്ഞാല് സുമ്മ യഖൂലു കൂനി തുറാബ, എല്ലാ കന്നാലികളോടും ജീവജാലങ്ങളോടും പറയും കൂനി തുറാബ, മണ്ണായിക്കോളൂ. അവർ രക്ഷപ്പെട്ടു. ഈ രംഗം കാണുന്ന നിഷേധിയായ മനുഷ്യൻ ആർത്തു വിളിച്ചുകൊണ്ട് പറയും, അവന്റെ രോദനം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനും ഈ കന്നാലികളെപ്പോലെ മൃഗങ്ങളെപ്പോലെ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സൂറത്ത് നബയിൽ അല്ലാഹ് പറഞ്ഞല്ലോ, ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. നബഅ സൂറത്തിന്റെ അവസാനം അല്ലാഹ് പറയാ, ദാലിക്കൽ യൗമുൽ ഹഖ്. ഇതൊക്കെ മൊയ്ലിയേര് പറഞ്ഞെന്നപ്പോ, പ്രസംഗിച്ചെന്നപ്പോ അത്രമാത്രം ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഈ തെമ്മാടിത്തരത്തിൽ നിന്ന് മാറാൻ വേണ്ടി മുസ്ലിയാർ ഇറക്കുന്ന നമ്പറാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ദാലിക്കൽ യൗമുൽ ഹഖ്, ഇത് പരമയാഥാർത്ഥ്യമായ ദിനമാണ്, പരമസത്യമാണ് ഇത്. അല്ലാഹു പറയാ, മറക്കണ്ട. ദാലിക്കൽ യൗമുൽ ഹഖ്, ഇത് യാഥാർത്ഥ്യമാണ് ഈ ദിവസം. അതുകൊണ്ട് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ, സന്മനസ്സുള്ളവർ, ഉദ്ദേശമുള്ളവര്, രക്ഷപ്പെടണമെന്ന് കൊതിയുള്ളവർ റബ്ബിലേക്ക് മടങ്ങിക്കോളൂ. ദുന്യാവിന്റെ ഈ പച്ചപ്പിലേന്റെ പിറകെ ഓടുന്ന മനുഷ്യ, പണത്തിനോട് ആർത്തി മൂത്തിട്ട് ഓടുന്ന മനുഷ്യ, കുറ്റകൃത്യങ്ങളുടെ പിറകെ ഓടുന്ന മനുഷ്യ, തെമ്മാടികളുടെ കൂടെ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് പിറകെ നടക്കുന്ന മനുഷ്യ, ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ, അവന്റെ നാഥനിലേക്ക് അവൻ മടങ്ങിപ്പോട്ടെ, അവന്റെ നാഥനിലേക്ക് അവൻ മടങ്ങിപ്പോട്ടെ. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ. ഇതൊക്കെ അടുത്ത് വരാനുള്ളതാട്ടോ. കുറെ കാലം കഴിയണമെന്നൊന്നും നിങ്ങളാരും വിചാരിക്കണ്ട. ഈ അടുത്തു വരാനിരിക്കുന്ന അദാബിന്റെ ദിനത്തെക്കുറിച്ച് തീർച്ചയായും നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. അല്ലാഹു പറയാൻ, തീർച്ചയായും നിങ്ങൾക്ക് താക്കീത് തന്നിട്ടുണ്ട്. അന്ന് മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ദിവസാണ്. വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ, നിഷേധിയായ മനുഷ്യൻ യാ ലൈതനി കുന്തു തുറാബാ എന്ന് വിളിച്ചു പറയുന്ന ദിവസാണ്. യാ ലൈതനി, ആ കഷ്ടമേ, എന്റെ നാശമേ, ഞാൻ മണ്ണായി, ഈ കന്നാലികളെ പോലെ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒരു അടിയും ഒരു ഇടിയും ഒരു കുത്തുവാക്കും അന്ന് അള്ളാഹു കണക്ക് ചോദിക്കാതെ വെറുതെ തള്ളുന്ന പ്രശ്നമല്ല. അത് സ്വർഗാവകാശികളാണെങ്കിൽ പോലും സ്വർഗത്തിലേക്ക് പോകാൻ എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന സ്വർഗവാസികൾ, അവർ സ്വർഗ കവാടത്തിന്റെ മുന്നിൽ ലൈനിലാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. യുനാദീഹിം റബ്ബുഹും, അവരുടെ നാഥൻ വിളിച്ചു പറയുന്നു, അനൽ മലിക് അനദ്ദയ്യാൻ, ഞാൻ ഇന്നത്തെ രാജാവാൻ, ഞാൻ വിചാരണയുടെ ഉടമാധികാരിയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്ട് സ്റ്റോപ്പ്. സ്വർഗത്തിലേക്ക് പോകാനായിട്ടില്ല. നിങ്ങളുടെ കർമ്മ പുസ്തകങ്ങളിലെ മുൻതൂക്കം നന്മക്കുണ്ട്, നിങ്ങൾ സ്വർഗാവകാശികൾ തന്നെ. പക്ഷെ നിൽക്കൂ അവിടെ. സ്വർഗത്തിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവർ പോകാനായിട്ടില്ല. എന്തുകൊണ്ട്?
വലി അഹദിൻ മിൻ അഹ്ലിൻ നാരി അലൈഹി മല്ലമത്തുൻ. നരകത്തിലേക്ക് ടിക്കറ്റ് കിട്ടി നരകത്തിലേക്കുള്ള ക്യൂവിൽ നിൽക്കുന്ന ആ തെമ്മാടികളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളോട് ചില കണക്ക് കൂടെ ചോദിക്കാണ്ട്. സ്വർഗവാസിയായ മനുഷ്യൻ തെമ്മാടിയായ നരകവാസിയായ ആളെ ദുന്യാവിൽ ദ്രോഹിച്ചതിന്റെ കണക്കാണ് അവിടെ ചോദിക്കുന്നത്. പോകാനായിട്ടില്ല. ആ നരകവാസി ഇങ്ങോട്ട് വരട്ടെ, അവന് ചോദിക്കാനുള്ള കണക്ക് ചോദിച്ചിട്ട് അതിന് മറുപടി കൊടുത്ത് പരിഹാരം ഉണ്ടാക്കിയിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി. ആരോട്? സ്വർഗവാസിയോട്. ഒരു മുഖത്തടിച്ചതാണെങ്കിൽ അതുപോലും. നരകവാസി ഒരു അമുസ്ലിം ആകട്ടെ, ദീനിന്റെ ശത്രുവിനെ ആയിക്കോട്ടെ, ഒരു അടി കൊണ്ടു, ഒരു മുസ്ലിമിൽ നിന്ന് അടി കൊണ്ടു, ആ അടിക്കൊരു ന്യായമല്ല, കാരണമല്ല, അക്രമമായിട്ടാണ് മുസ്ലിം തല്ലിയതെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോ കണക്ക് പറയേണ്ടി വരും ഈ നരകവാസിയോട്. എന്നാൽ ഇങ്ങനെ കണക്ക് എല്ലാം ചോദിക്കുമ്പോ, എല്ലാ ബാധ്യതകളും നിറവേറ്റാൻ ആവശ്യപ്പെടുമ്പോ, എല്ലാ അക്രമങ്ങൾക്കും കണക്ക് കൃത്യമായി ചോദിക്കുമ്പോ, അനുഗ്രഹീതരായ അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു വിഭാഗം പാപികൾക്ക് അവിടെയും രക്ഷയുണ്ട്. എന്തിനാ? വിശ്വാസികൾ ജീവിക്കേണ്ടത് ബൈനൽ ഖൗഫി വറജാഇയാണ്, ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ്. ഇത്രയും പറഞ്ഞ നേരം കേട്ടാൽ പഠിച്ചോൻ എന്നാ പോയി, ഞാനിപ്പോ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട്, ഒക്കെ ഇപ്പൊ കണക്ക് ചോദിച്ച് പൊരുത്തപ്പെടിയിച്ച് ബാധ്യത വീട്ടാൻ എന്നെ കൊണ്ട് പറ്റൂ. ഇവിടെ നേരിയൊരു പ്രതീക്ഷ. ഇന്ന് വലിയ പ്രതീക്ഷ വെച്ചിട്ട് ഈ തെമ്മാടിത്തരങ്ങളൊക്കെ പാടെ വെച്ച് മരിച്ചു പോകാനും നിൽക്കണ്ട. നേരിയ പ്രതീക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ഒരു വിഭാഗം തെമ്മാടികൾ, ഒരു വിഭാഗം പാപികൾക്ക് അവിടെയും രക്ഷ. അനസ് റളിയല്ലാഹു അൻഹു ഖാല ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ. മുത്തുനബി ഇരിക്കുമ്പോ ഞങ്ങളൊക്കെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഇത് റഅയ്നാഹു യൽഹഖു ഹത്താ ബദത് സനായാഹു. പെട്ടെന്ന് നബി പുഞ്ചിരി തൂകി. ഹത്താ ബദത് സനായാഹു, അവിടത്തെ മുൻപല്ലുകൾ കാണും വിധത്തിൽ. ചില സമയത്ത് അണപ്പല്ല് കാണും, നവാജിദ് കാണും തരത്തിൽ ചിരിച്ചിട്ടുണ്ട്, ഹദീസിൽ കാണാം. ഇതങ്ങനെയല്ല, മുൻപല്ല് കാണുന്ന